കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0. കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന BPVC 101 പേപ്പർ കോഡായിട്ടുള്ള ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ലേണേഴ്സിനായിട്ട് ലേൺവൈസിന്റെ അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റത്തിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ ഗൈഡാണിത്. സോ ബിഫോർ യു ബിഗിൻ, നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് സാധാരണ രീതിയിൽ ഒരു ഗൈഡോ പഠന സഹായമോ മാത്രമായിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങളുടെ സിലബസും മുൻകാല ചോദ്യപേപ്പറുകളും അസൈൻമെൻറ്റുകളും എല്ലാം കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്രസിഷൻ ടൂളാണിത്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് പരിഭ്രമിക്കാതെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഈ ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഡെക്ക് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നിലവിലെ പഠന നിലവാരം അനുസരിച്ചിട്ട് 3 പാത്വേകളാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഒന്ന് 7 ഡേയ്സ് സ്പ്രിന്റ്. പരീക്ഷയ്ക്ക് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈ ഈൽഡ് ടോപ്പിക്കുകളെ മാത്രം ഫോക്കസ് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിലെ ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് 7, 10, 11, 12 ആൻഡ് 14 ദെൻ നിങ്ങളുടെ കയ്യിൽ ഒരു 21 ദിവസമൊക്കെ ഉണ്ട്, ഒരു 2 to 3 വീക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 to 4 ബ്ലോക്ക് 1ലെ ഫണ്ടമെന്റൽസ് ടു ബ്ലോക്ക് 1 to 4ലെ കൃത്യമായിട്ടുള്ള സമ്മറൈസ് ചെയ്ത് ഓരോ ബ്ലോക്കിനും കൃത്യമായി പ്രാധാന്യം കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ സമയം യൂട്ടിലൈസ് ചെയ്താൽ നല്ല രീതിയിൽ മാർക്ക് ഉയർത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തേത് നിങ്ങളുടെ അസൈൻമെന്റ് ഫസ്റ്റ് റൂട്ടാണ്. അതായത് ഒരു സെമിസ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ട് ഫോർ ദ പ്രിപ്പറേഷൻ എങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സിനെയും ആൻസേഴ്സിനെയും റീഡ് ചെയ്ത് നമ്മളുടെ ടേം ആൻഡ് എക്സാംസിൻ്റെ പാറ്റേൺസിനെയും ഓവർലാപ്പ് ചെയ്യുന്നതായിട്ടുള്ള ടോപ്പിക്കുകളെയും കണ്ടുപിടിച്ച് കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞവർക്ക് അതെങ്ങനെ പരീക്ഷാ മാർക്കായിട്ട് മാറ്റാമെന്ന രീതിയാണ് ഇവിടെ നമ്മൾ പിന്തുടരുക. ഏത് രീതി നിങ്ങൾ അവലംബിക്കും എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മുടെ പരീക്ഷ 100 മാർക്കിൻ്റെതാണ്. അതിൽ 3 മണിക്കൂറാണ് നമുക്ക് സമയം വരുന്നത്. യൂഷ്വലി ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഓരോന്നിനും 20 മാർക്ക് എന്ന രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻസിൻ്റെത് വരിക. അപ്പോൾ സാധാരണയായിട്ട് 8 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു 5 എണ്ണം മാത്രം എഴുതിയാൽ മതിയാവും. ഒന്നാമത്തെ ചോദ്യം പലപ്പോഴും ഡെഫിനീഷൻസ് ചോദിക്കുന്നവയാണ്. ഒന്നാമത്തെ ചോദ്യങ്ങൾ പൊതുവെയും ഡെഫിനീഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ദെൻ നമ്മളുടെ 4ഉം 8ഉം എപ്പോഴും ഷോർട്ട്സ് നോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എപ്പോഴും ഡെഫിനീഷൻസ് ആയിരിക്കും. 4ാമത്തെയും 8ാമത്തെയും ചോദ്യങ്ങൾ എപ്പോഴും ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. അതൊരു 40% പ്രോബബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അത് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. പിന്നെ 25% ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, ദെൻ 15% ന്യൂട്രീഷൻ ആൻഡ് ഡിസോർഡേഴ്സ് ബ്ലോക്ക് 2ലെ, ദെൻ ഫണ്ടമെന്റൽസിന് ഫുഡ് ഫണ്ടമെന്റൽസ് ബ്ലോക്ക് 1 അതൊരു 12% വെയിറ്റേജ് വരുന്നതാണ്. ബാക്കി 8% ക്വാളിറ്റി ആൻഡ് പ്രോസസ്സിങ്, അത് മേജർ ബ്ലോക്ക് 3. യൂണിറ്റുകളെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കുന്നത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. നമ്മളുടെ എൻ്റയർ സിലബസിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ, മീഡിയം ഈൽഡ് ടോപ്പിക്കുകൾ, ലോ ഈൽഡ് ടോപ്പിക്കുകൾ. ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി
ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും വന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കത് പാസ്സാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്കുകളെയാണ് ഹൈ ഈൽഡ് ടോപ്പിക്കുകളായിട്ട് നമ്മൾ പറയാം. മീഡിയം ഈൽഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻറ്റ് അപ്പിയറൻസ് ആണ്, നല്ല രീതിയിൽ മാർക്ക് ഉയർത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലോ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒക്കേഷണലി മാത്രം വന്നിട്ടുള്ള എക്സാംസിന് വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. സിലബസിനെ തിരിച്ചുകൊണ്ട് ഈ ടോപ്പിക്കുകളെ നമുക്ക് നോക്കാം. ബ്ലോക്ക് 1, 2, 3, 4, 5, 6 ആൻഡ് 8 ഇത്രയും ടോപ്പിക്കുകൾ മീഡിയം ഈൽഡിലാണ്. 2 വീതമാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇതുവരെയും വന്നിട്ടുള്ളത്. ഓരോ എക്സാംസും ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിറ്റുകളിൽ നിന്ന് 2 തവണ മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അത് മീഡിയം ഈൽഡ് ടോപ്പിക്കുകളാണ്. അതിൽ ഏറ്റവും ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ വരുന്നത് യൂണിറ്റ് 7 ആണ്, പ്രോട്ടീൻ ആൻഡ് എനർജി ഡിസോർഡർ. അത് 3 തവണ വന്നിട്ടുണ്ട്, ഹൈ ഈൽഡ് ടോപ്പിക്കാണ്. യൂണിറ്റ് 10, 11, 12 ആൻഡ് 14 ഹൈ ഈൽഡ് ടോപ്പിക്കുകളാണ്. യൂണിറ്റ് 10 എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഫുഡ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, ദെൻ ഫുഡ് ഹസാർഡ്സ്, റോൾ ഓഫ് ഓർഗനൈസേഷൻ. അതിൽ 13th യൂണിറ്റ് നമ്മളുടെ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്ന യൂണിറ്റ് മേജർലി മീഡിയം റെലവൻറ്റ് ടോപ്പിക്കാണ്. അതായത് ലോ റെലവൻസിൽ നമുക്കിതിൽ പെടുത്താനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതിൽ യൂണിറ്റ് 7, യൂണിറ്റ് 10, യൂണിറ്റ് 11, 12, 13 ഇതാണ് ഹൈ ഈൽഡ് ടോപ്പിക്കുകളായിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരു 50% ഈ യൂണിറ്റുകൾക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പഠനം വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇത് നമ്മളുടെ ഈ പറയുന്ന ഐഡിയയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള PYQവിൻ്റെ ഹീറ്റ് മാപ്പാണ്. യൂണിറ്റ് 14 നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിച്ചു വന്നിട്ടുള്ളത്. അതിൽ തന്നെ 7, 10, 11, 12 നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുമാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള 5 ടോപ്പിക്കുകളാണ് ഈ ബാർ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ FSSAയിൽ BAS അതൊക്കെ കൃത്യമായിട്ട് 5 തവണയോളം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ പ്രോസസ്സിങ് സമയത്തെ മാറ്റങ്ങൾ, ചേഞ്ച് ഇൻ ഫുഡ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് മാപ്പിലൂടെ ഓരോ യൂണിറ്റ്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ദെൻ ഫുഡ് സേഫ്റ്റി വേഴ്സസ് ഫുഡ് ക്വാളിറ്റി ആൻഡ് WHO ഗൈഡൻസസ്, ഫുഡ് ഹസാർഡ്സ്, ഫിസിക്കൽ കെമിക്കൽ അലർജനിക് ഒക്കെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള കൂടുതൽ ടൈംസ് ചോദിച്ചിട്ടുള്ള ഏരിയകളാണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ കാണുന്നത് ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. റോൾ ഓഫ് ഓർഗനൈസേഷൻ, മേജർ ടോപ്പിക്സ് എന്ന് വന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രീക്വൻസി പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ പറയുകയാണ്. ഒന്നാമത്തേത് ഷോർട്ട് നോട്ട്, 4 ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സ് ആണ്. ബേസ്ഡ് ഓൺ റോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS, ദെൻ ഗ്ലോബൽ ഫുഡ് സേഫ്റ്റി ഇനീഷ്യേറ്റീവ്സ്, അതിനെല്ലാം ഷോർട്ട് നോട്ട്സ് ആണ് നമുക്ക് വേണ്ടത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI, ദെൻ ചേഞ്ചസ് ഇൻ ഫുഡ് ഡ്യൂറിങ് പ്രോസസ്സിങ്ങിൻ്റെ കണ്ടീഷനിൽ നമ്മളുടെ ഷോർട്ട് നോട്ട് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ടിൻ്റെ കേസിൽ അതൊരു ക്വസ്റ്റ്യൻ. ദെൻ ഷോർട്ട് നോട്ട് ഓൺ ചേഞ്ച് ഇൻ മിനറൽസ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഫുഡ് പ്രൊഡ്യൂസസ്. Describe post-harvest changes in food production during harvesting, handling, storage, transportation and process. Suggest measures to control the post-harvest losses. Then short note, change in protein during handling, storage and processing of food produce. Then protein and energy disorders, short note on determinants of protein energy malnutrition. Short notes on kwashiorkor. നമ്മൾ വാഷിയോകോർ എന്ന് പറയുന്നത് മെയിൻലി ഡിസോർഡർ ആണല്ലോ. ദെൻ ഡിറ്റർമെൻ്റൽ എഫക്റ്റ് ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റിയിൽ ഡിഫൈൻ ഫുഡ് സേഫ്റ്റി, സ്റ്റേറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഹ്യൂമൻ ഹെൽത്ത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ക്വാളിറ്റി. ഷോർട്ട് നോട്ട് ഓൺ WHO's 5 key to safe food preparation.
Then WHO's 10 golden rule for safe food preparation. Food hazardsലേക്ക് വരികയാണെങ്കിൽ define food hazards, describe the physical hazards associated with the food, describe the chemical hazards associated with food, and allergenic hazards. Food and human health define food, explain the function of food, and short note on food chain versus food web. Then food constituents and properties area 2 questions. Define nutrients, classify nutrients and describe the function of different nutrients. Short note rheological properties of food. Common food group list the common spice used in India. Explain any 3 in detail. Explain between medical and aromatic plants with suitable examples. Classification of food groups based on sources. Other foods category food, health foods. Explain about comfort foods and organic foods. Then short note again, food digestion and assimilation, digestion of carbohydrates, absorption of fat. So ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റേറ്റീവ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് FSSAI, ദെൻ BIS, ISO തുടങ്ങിയ സംഘടനകളുടെ പങ്ക് നോക്കണം. പിന്നെ മിനറൽസും പ്രോട്ടീൻസും കൈകാര്യം ചെയ്യുമ്പോൾ വന്ന ചേഞ്ചസ്, വാഷിക്കോൾ പ്രോട്ടീൻ എനർജി തകരാറുകൾ നോക്കണം. WHO 5 key for safer ഫുഡ് സ്റ്റാൻഡേർഡ്സ് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ യഥാർത്ഥ പരീക്ഷാ പാറ്റേണിലുള്ള 2 മോഡൽ പേപ്പറുകൾ സെറ്റ് A ആൻഡ് സെറ്റ് B നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബാലൻസ്ഡ് ഡയറ്റ്, ഫങ്ഷണൽ ഫുഡ്സ്, പ്രോട്ടീൻ ഡൈജഷൻ, അനിമൽ ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യസമയത്ത് എഴുതി പരിശീലിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് സെറ്റ് B ആണ്. ടോട്ടലി 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പ്രാക്ടീസ് സെറ്റ് B ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡഡ് ആണ്. ദെൻ 8 ക്വസ്റ്റ്യൻസ് ഓൾസോ ഇതിനും പ്രസൻറ്റ് ആണ്. ദെൻ ഇങ്ങനെ ആൻസേഴ്സ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആൻസേഴ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഉത്തരങ്ങൾ എഴുതാനായിട്ട് ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ എന്ന് പറയുന്ന 3 കോമ്പോണൻസ് ഉള്ള രീതി നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ്. ഇൻട്രോ വിഷയത്തെ വളരെ ലൈറ്റ്ലി ഡിഫൈൻ ചെയ്ത് സ്കോപ്പും വൈ ഇറ്റ് ഇസ് മാറ്റർ എന്ന കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. അറൗണ്ട് ഒരു 2 to 3 സെൻറ്റൻസസിൽ. ബോഡി പാർട്സിൽ പോയിന്റുകളായിട്ട് ഡീറ്റെയിൽസും ഉദാഹരണങ്ങളൊക്കെ നൽകുക. ദെൻ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കണം. അതിലെന്താണ് സിഗ്നിഫിക്കൻസ്, വൈ ഇറ്റ് മാറ്റർ ടുഡേ, അതൊക്കെ അതായത് മോഡേൺ റെലവൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു തിയറി ബേസ്ഡ് ആൻസർ കൊടുക്കുമ്പോൾ എപ്പോഴും ഹൂ, വെൻ, വോട്ട് ഒക്കെ പ്രോപ്പർലി ഡിഫൈൻഡ് ആയിരിക്കണം. കോർ കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ മോഡേൺ പ്രാക്ടീസസുമായിട്ട് കണക്ഷൻ, ലിമിറ്റേഷൻസ് ആൻഡ് ക്രിറ്റിസിസം ഒക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ്ലി ബിൽഡ് ആൻസർ. ദെൻ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡിസ്കസ് എന്ന് പറയുന്ന ടാഗ് ഉള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങളൊരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും ഈക്വലി സെർവ് ചെയ്യാം. പ്രോസ് ആൻഡ് കോൺസിനെയൊക്കെ അങ്ങനെ തന്നെ. എക്സ്പ്ലെയിൻ ആണ് ടാഗ് എന്നുണ്ടെങ്കിൽ ഡീപ്പൻഡ് ആയിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള കോമ്പോണൻസിനെ ബ്രേക്ക് ചെയ്ത് അവർ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ പ്രോപ്പർലി എസ്റ്റാബ്ലിഷ് ചെയ്ത് വേണം അതിൻ്റെ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഒരിക്കലും ഈ ഡിസ്കസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് എക്സ്ട്രീം പൊസിഷനിൽ നിന്നുകൊണ്ട് ആ പെർസ്പെക്റ്റീവിനെ മാത്രം, വെദർ ഇറ്റ് ഇസ് റോങ് ഓർ റൈറ്റ്, 2 എക്സ്ട്രീംസ് ഉള്ളതിൽ ഏത് ഒന്നിൽ പോലും നിന്നുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കരുത്. ഇറ്റ് വിൽ ബി എ ബാലൻസ്ഡ് അനാലിസിസ് ഓൺലി. ദെൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡീറ്റെയിൽ ആണ് ടൈം മാനേജ്മെൻറ്റ് ഡ്യൂറിങ് എക്സാം. പരീക്ഷാ ഹാളിലെ സമയം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ വേണം. നമുക്ക് ഇത്രയും മാർക്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ എഴുതി തീർക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ചോദ്യങ്ങളൊക്കെ വായിക്കാനായിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഓരോ ക്വസ്റ്റ്യൻസിനും 30 മിനിറ്റ്സ് വീതം കൊടുക്കുക. ആ സമയത്ത് ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുക. ദെൻ അടുത്ത 6 മിനിറ്റിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ക്ലാരിറ്റി ചെക്ക് ചെയ്യുക. മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളത് പ്രോപ്പർലി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്ഷൻസ് എടുക്കുക. ദെൻ അവസാനത്തെ 15 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനെയും ഒന്ന് റിവ്യൂ ചെയ്യുക. കറക്ഷൻസ്, ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ആ സമയത്ത് ലാസ്റ്റ് സമയത്ത് ഒരിക്കലും റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. കറക്ഷൻസ് മാത്രം കൊണ്ടുവന്നിക്കുക. അതിന് മുമ്പ് തന്നെ റീറൈറ്റിംഗ് പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുക.
അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ക്വാണ്ടിറ്റിയേക്കാൾ എപ്പോഴും ക്വാളിറ്റിക്ക് തന്നെയാണ് മാർക്ക്. നിങ്ങളൊരു 400 വേർഡ്സിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുന്നതും 800 വേർഡിൽ റാംബ്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന രീതിയിൽ ആൻസേഴ്സ് കൊടുക്കുന്നതിലും 400 വേർഡ്സിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസറിനാണ് മാർക്ക് കിട്ടുക. സോ ഈ ഒരു ഫുൾ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും കൃത്യമായിട്ടുള്ള മോഡൽ ആൻസേഴ്സും പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് എല്ലാം ലേൺവൈസിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ കോളോ ചെയ്ത് നിങ്ങൾക്ക് ലേൺവൈസ് ആൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് ഇക്കോസിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച പരീക്ഷാ വിജയം ആശംസിക്കുന്നു. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.